പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശരണാണ് വിവരങ്ങൾ നൽകിയത്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കഴക്കൂട്ടം പീഡനത്തിൽ പ്രതിയെ പെൺകുട്ടി തിരിച്ചറിഞ്ഞു എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. മധുര സ്വദേശിയായ ലോറി ഡ്രൈവർ തന്നെയാണ് പ്രതി. ആഷൻ ഡിയാഗോ ഉണ്ട്. ആഷൻ ഡിയാഗോ, ആ പെൺകുട്ടി തന്നെയാണ്. കേരള പോലീസിന്റെ അന്വേഷണ മികവിനൊരു ക്രെഡിറ്റ് കൊടുക്കേണ്ട കേസാണ്. ഇപ്പോൾ പ്രതിയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു അല്ലേ? തീർച്ചയായും കേരള പോലീസിന് ആദ്യഘട്ടത്തിൽ കിട്ടിയ പരാതി ഇത്തരത്തിൽ ഉറങ്ങിക്കിടന്ന ഒരു പെൺകുട്ടിയെ, 24 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ ഹോസ്റ്റലിൽ കയറി പീഡിപ്പിച്ചു. രാത്രിയാണ് പീഡനം നടന്നത്. ആരാണ് പീഡിപ്പിച്ചതെന്ന് അറിയില്ല. ഗ്രൗണ്ട് സീറോയിൽ നിന്നും നടത്തിയ അന്വേഷണമാണ്, പോലീസിന്റെ മികവുറ്റ ഒരു അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിയതും അധികം വൈകാതെ തന്നെ പ്രതിയിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പെൺകുട്ടി ഇപ്പോൾ എന്തായാലും ഈ പ്രതിയെ തിരിച്ചറിയുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് നടത്തിയ ഐഡന്റിഫിക്കേഷൻ പരേഡിലാണ് ഈ പെൺകുട്ടിയെ തിരിച്ചറിയുകയും ചെയ്തത്. ഈ പ്രതിയെ കണ്ടപ്പോൾ തന്നെ പെൺകുട്ടി ഭയന്നതായും പോലീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിനർത്ഥം ആ പെൺകുട്ടിക്ക് അത്രയും ഇപ്പോഴും അയാളെ പേടിയാണ് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ പ്രതിയെ ഇപ്പോൾ പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ പെൺകുട്ടി തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. ഇയാൾ തമിഴ്നാട്ടിൽ നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് എന്നുള്ളതാണ് പോലീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇയാളുടെ ഈ തെറ്റ് രീതിയെ കുറിച്ച് പോലീസ് അല്പസമയം മുമ്പ് നമ്മളോട് പറയുന്നത് രീതി ഇങ്ങനെയാണ്. അതായത് ഇയാൾ വാതിൽ കുത്തി തുറന്നോ അല്ലെങ്കിൽ പൂട്ടിക്കിടക്കുന്നത് കുത്തി തുറന്നോ മോഷണം നടത്തുന്ന ഒരാളല്ല. ഇയാൾക്ക് തള്ളി തുറക്കാൻ കഴിയുന്നതോ അല്ലെങ്കിൽ ഈ വാതിലുകൾ തുറന്നു കിടക്കുന്നതുമായ സ്ഥലങ്ങളിലാണ് ഇയാൾ സാധാരണയായി മോഷണം നടത്തുന്നത്. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം, അതായത് ഈ സംഭവം നടക്കുന്ന ദിവസം ഈ രാത്രി ഈ പെൺകുട്ടിയുടെ ഹോസ്റ്റലിന് സമീപത്തായി തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ പ്രതി. ഇയാൾ തമിഴ്നാട്ടിൽ നിന്ന്, അതായത് മധുരയിൽ നിന്നും ഒരു ഹെവി മെഷീനറിയുമായാണ് തിരുവനന്തപുരത്തേക്ക് വരുന്നത്. തിരുവനന്തപുരത്ത് അത് ലോഡ് ഇറക്കേണ്ട സ്ഥലത്ത് ലോഡ് ഇറക്കിയ ശേഷം ഈ കഴക്കൂട്ടത്തെ ഹോസ്റ്റൽ പരിസരത്തിന് സമീപം എത്തുന്നു. നമുക്കറിയാം, ആ ഭാഗങ്ങളിലെല്ലാം തന്നെ നിരവധി ഭക്ഷണശാലകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിലൊരു ഭക്ഷണശാലയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു. ഇതിനിടയിലാണ് ഈ ഹോസ്റ്റൽ പരിസരവും ആ ചുറ്റുപാടും ഇയാളുടെ ശ്രദ്ധയിൽപ്പെടുന്നതും. തുടർന്ന് അവിടെ ഏതാണ്ട് 3/4 മണിക്കൂറോളം നിന്ന് അവിടുത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഓരോ മുറികളിലായി മുറികൾക്ക് അടുത്തേക്ക് വന്ന് തള്ളി തുറക്കാൻ നോക്കുന്നത്. അങ്ങനെയാണ് ഈ പെൺകുട്ടി കിടന്നിരുന്ന മുറി തുറന്നു വരുന്നത്. ഈ മുറി തുറന്നു വന്ന് ഇയാൾ അകത്ത് പരിശോധന നടത്തുന്നതിനിടയിലാണ് ഈ പെൺകുട്ടി കിടക്കുന്നതും ഈ പെൺകുട്ടി എഴുന്നേക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ പ്രതി പെൺകുട്ടിയെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നത്, അതിന് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അങ്ങനെയാണ് പെൺകുട്ടിക്ക് ഒരു ദുരനുഭവം നേരിടേണ്ടി വന്നത്. എന്തായാലും അതിനുശേഷം അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. നിലവിൽ കവർച്ചയൊന്നും നടന്നിട്ടില്ല. പക്ഷേ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾ എന്നുള്ളതാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പെൺകുട്ടി പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനിയും അതിവേഗം കാര്യങ്ങൾ നീക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. ഇയാളെ എത്രയും പെട്ടെന്ന് വിവരം നൽകിയത്. മധുര സ്വദേശിയെ ലോറി ഡ്രൈവർ തന്നെയാണ് പ്രതി. ആദ്യമേ പിടികൂടിയ വിവരം പ്രേക്ഷകരെ അറിയിച്ചത് റിപ്പോർട്ടറാണ്. ഇപ്പോൾ ആ പ്രതിയെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ആ പെൺകുട്ടി.